ഡിജിറ്റൽ ലോകത്ത് നാം ഒരുപാട് കാര്യങ്ങൾ കാണാറുണ്ട്. എന്നാൽ നമ്മളെ ഒട്ടേറെ വിഷമപ്പെടുത്തിയ ഒരു കാര്യമാണ് കർണാടകയിൽ നിന്നും പുറത്തു വന്നത്. തൻ്റെ വിദ്യാർത്ഥിയെ ചെറുതായൊന്ന് തല്ലിയതിൻ്റെ പേരിൽ ഒരു ഉസ്താദിനെ ആ കുട്ടിയുടെ രക്ഷിതാക്കൾ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ മർദ്ദിക്കുന്ന വീഡിയോ. അതിനുശേഷം ഒട്ടേറെ പേരാണ് ഈ ഉസ്താദിൻ്റെ ദയനീയ അവസ്ഥയെക്കുറിച്ചും ഉസ്താദുമാരോട് ഒരിക്കലും ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞും വീഡിയോ ചെയ്തത്. എന്നാൽ പിന്നീട് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടു. ദേഹമാശകലം മുറിപ്പാടുകളുമായി നിൽക്കുന്ന ഒരു കുട്ടിയുടേതായിരുന്നു അത്. ഇതാണ് ആ ഉസ്താദ് ചെയ്ത ക്രൂര പ്രവർത്തനം എന്നായിരുന്നു ആ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഒരു കാര്യം മനസ്സിലാക്കണം, അജ്ഞതയുടെ ഇരുട്ടിൽ നിന്ന് അറിവിന്റെ വെളിച്ചത്തിലേക്ക് നമ്മെ കൈപ്പിടിച്ചുയർത്തിയത് നമ്മുടെ ഗുരുനാഥന്മാരാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ദീനിന്റെ വഴി ഏതാണെന്ന് നമുക്ക് പറഞ്ഞു തന്നത് അവരാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ഉസ്താദുമാർക്ക് നൽകിയിട്ടുള്ള സ്ഥാനം വളരെ വലുതാണ്. അമ്പിയാക്കളുടെ അനന്തര അവകാശികളാണ് പണ്ഡിതന്മാരും ഉസ്താദുമാരും. നമ്മൾ ജീവിതത്തിൽ ഏത് വലിയ നിലയിലെത്തിയാലും നമുക്ക് ആദ്യമായി അലിഫ് പഠിപ്പിച്ചു തന്ന ആ ഉസ്താദിനെ നാം ഒരിക്കലും മറക്കാൻ പാടില്ല. നമ്മുടെ കുട്ടിക്കാലം ഒന്ന് ആലോചിച്ചു നോക്കൂ. രാവിലെ മദ്രസയിൽ പോകുമ്പോൾ സ്നേഹത്തോടെയും ചിലപ്പോൾ ഗൗരവത്തോടെയും നമ്മെ ദീൻ പഠിപ്പിച്ച ആ മുഖങ്ങൾ കേവലം അക്ഷരങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല അവർ ചെയ്തത്. മാതാപിതാക്കളെ എങ്ങനെ ബഹുമാനിക്കണം, സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം, കളവ് പറയാതെ എങ്ങനെ ജീവിക്കണം എന്ന് തുടങ്ങി ഒരു നല്ല മനുഷ്യനാകാൻ വേണ്ട ഗുണങ്ങളെല്ലാം അവർ നമുക്ക് പകർന്നു തന്നു. നമ്മുടെ മക്കൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകാൻ അവർ തെറ്റായ വഴികളിലേക്ക് പോകാതിരിക്കാൻ ഇന്ന് ഉസ്താദുമാർ ചെയ്യുന്ന സേവനം സമാനതകളില്ലാത്തതാണ്. സ്വന്തം കുടുംബത്തെക്കാൾ ദീനിനും നമ്മുടെ മക്കളുടെ നന്മയ്ക്കും വേണ്ടി സമയം മാറ്റിവെക്കുന്നവരാണ് അവരിൽ ഭൂരിഭാഗവും. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉസ്താദുമാർക്ക് അർഹിക്കുന്ന ആദരവ് ലഭിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പണ്ഡിതന്മാരെയും ഉസ്താദുമാരെയും ബഹുമാനിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ അടയാളമാണ്. അവരോട് സംസാരിക്കുമ്പോൾ എപ്പോഴും വിനയത്തോടെ സംസാരിക്കുക, അവരുടെ വാക്കുകൾക്ക് കാതോർക്കുക. പഴയ കാലത്തെ വലിയ മഹത്തുക്കൾ അവരുടെ ഉസ്താദുമാരുടെ മുമ്പിൽ എത്രത്തോളം വിനയമുള്ളവരായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഉസ്താദിന്റെ പൊരുത്തം വാങ്ങുക എന്നത് ദുനിയാവിലും ആഖിറത്തിലും വിജയം ലഭിക്കാനുള്ള എളുപ്പ വഴിയാണ്. ഗുരുനാഥന്റെ ശാപത്തിനോ ദേഷ്യത്തിനോ ഇരയായാൽ നമ്മുടെ ജീവിതത്തിലെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുമെന്ന കാര്യം നാം എപ്പോഴും ഓർത്തുവെക്കണം. സ്വന്തം വിദ്യാർത്ഥിയെ അച്ചടക്കത്തിന്റെ ഭാഗമായി ചെറുതായി ഒന്ന് അടിച്ചപ്പോൾ എത്ര ക്രൂരമായാണ് ചിലർ അത് വളച്ചൊടിച്ചത്. മറ്റേതോ ഒരു കുട്ടിയുടെ മുറിപ്പാടുകൾ കാണിച്ച് ഈ സംഭവവുമായി കൂട്ടിച്ചേർത്ത് ആ ഉസ്താദാണ് ഇത് ചെയ്തതെന്ന രീതിയിൽ ഒരു വ്യാജ വീഡിയോ ചിലർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. ഒരു അധ്യാപകന്റെ, ഒരു ഉസ്താദിന്റെ ആത്മാർത്ഥതയെയും ജീവിതത്തെയും തകർക്കാൻ തക്കവണ്ണം വേദനാജനകമായിരുന്നു ആ കള്ളപ്രചാരണം. എന്നാൽ സത്യം എപ്പോഴും മൂടിവെക്കാൻ കഴിയില്ലല്ലോ. ഈ വ്യാജ വാർത്ത കേട്ട് നാട്ടുകാർ മാറി നിന്നില്ല. പകരം ഉസ്താദിന്റെ നിരപരാധിത്വവും സ്നേഹവും നന്നായി അറിയാവുന്ന നാട്ടുകാർ ഒന്നടങ്കം അദ്ദേഹത്തിന് ചുറ്റും കാവലായി നിന്നു, പൂർണ്ണ പിന്തുണ നൽകി, അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു. നന്മയുള്ള ആ നാട്ടുകാരുടെ വലിയ സപ്പോർട്ടാണ് ഉസ്താദിന് ഈ വലിയ വേദനയിലും ആശ്വാസമായത്. അള്ളാഹു നമ്മുടെ ഉസ്താദുമാർക്ക് ഇരു ലോകത്തിലും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ. അവരുടെ അറിവുകളിൽ നിന്നും ദുആകളിൽ നിന്നും ബറക്കത്ത് നേടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ.